സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ടൂർ പോയ വീഡിയോ ആണ് നിങ്ങളെ എല്ലാം കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ നന്നായിട്ട് തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തത് കേട്ടോ. എന്തായാലും കൊച്ചു ഒരുപാട് കാര്യങ്ങൾ ആ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അവിടുത്തെ മനോഹര കൊടൈക്കനാൽ ലേക്ക്, അങ്ങനെ കൊച്ചു പോയ വഴിയിലുള്ള പ്രധാന കാര്യങ്ങളെല്ലാം കൊച്ച് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ്റെ കൂട്ടുകാരെ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ടീച്ചർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കൂട്ടുകാരൊക്കെ എന്ന് പറയുമ്പോ നമ്മള് നിക്കുന്ന പോലെ അങ്ങനെ വീഡിയോക്കകത്തൊന്നും നിക്കത്തില്ല, എല്ലാവർക്കും ഷൈ ആണ്. എന്റെ പുറകെയാണ് എല്ലാരും നടക്കുന്നത്. അപ്പൊ 2-3 പേരൊക്കെ ഉള്ളു, മിസ്സുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഫുൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാലും എവിടെ ചെന്നാലും പാട്ടാ. അപ്പൊ പാട്ട് കോപ്പിറൈറ്റ് വരുന്നോണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, അതെല്ലാം ഞാൻ വീഡിയോക്കകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരെയും കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോവാം. തിരമാലകൾ മേലെ നീന്തുന്നൊരു നീർക്കിളി പോലെ കാണാമത്തോടി പതുക്കെ ആലോലം പോകുന്നകലെ മാറാനിൻ പുഞ്ചിരി നൽകിയ രോമാഞ്ചം മായും മുൻപേ നേരത്തെ സന്ധ്യമയങ്ങും. സ്കൂളിൽ നിന്ന് ടൂർ പോവാണ് കേട്ടോ. രാവിലെ ഒരു 8 മണി ടൈമാണ് ഈ കാണുന്നത്. വണ്ടി വന്നു, എല്ലാവരും കൂടെ ഓടിപ്പോയി കയറുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു പരുന്തുംപാറ എന്നുള്ളത്. അവിടെ വന്ന് ഇറങ്ങി എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വെയിലൊക്കെ തെളിഞ്ഞ് വെയിലിനൊക്കെ ചൂടായി വരുന്ന ഒരു ടൈമാണ് ഈ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാലും ഒരിടം അങ്ങനെ വന്ന് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വന്ന് കാണുന്നത്. കൂട്ടുകാരൊക്കെ ഓടിപ്പോകുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ ഇതൊക്കെ കാണുന്നത്. മിസ്സേ, എൻ്റെ ചാനലിലൊരു ഹായ് കാണിച്ചിട്ടു. ഹായ്, ഹലോ. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് റോസ് പാർക്കിൽ വന്നിറങ്ങി കേട്ടോ. അപ്പം ഇവിടെ എല്ലാം കാണാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഓടുന്നുണ്ട്, കാരണം ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഉച്ചയ്ക്ക്. അതുകൊണ്ട് വിശപ്പുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും ഓടുന്നുണ്ട്. പിന്നെ പപ്പായുടെ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതിൻ്റെതായ വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങേരെ പണിതിട്ടേക്കുക. പക്ഷെ ഭയങ്കര മണം ഈ വെള്ളത്തിന്, ഭയങ്കര ചെളിയുടെ മണമാണ്. നമ്മുടെ വീട്ടിലെ പോലെ ഇങ്ങനെ പൂക്ക് നട്ട് വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൗണ്ടൊന്നുമില്ല, കാറി സൗണ്ടൊക്കെ പോയി. അതുകൊണ്ട് പയ്യെ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ രണ്ട് ക്ലാസ്സുകാരാണ് കേട്ടോ. സയൻസുകാരും കൊമേഴ്സുകാരും 2 ക്ലാസ്സുകാരുണ്ട്. ഇവിടെയും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നേരെ കൊടൈക്കനാൽ വിടുക കേട്ടോ. തിര എല്ലാം ചെയ്യുമോ? പശകാണോ? ഹലോ. അയ്യോ, എനിക്ക് പേടിയാ. നല്ല രസമുണ്ട്, നല്ല ഇഷ്ടംപോലെ മുടിയൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഒറിജിനലാ കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പാവാട്ടോ. ഞങ്ങളെല്ലാരും വൈഗ ഡാം കാണാമെന്ന. അച്ചു എങ്ങനെയുണ്ട് അച്ചു? സൂപ്പർ. അതിന് അവിടെ മാത്രം അങ്ങനെ പൊങ്ങിച്ചായിരുന്നു, അവിടെ ശക്തി കൂടുതലായോണ്ടല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് നന്നായിട്ട് വെള്ളം പൊങ്ങിയൊക്കെ ചാടുന്നുണ്ട്, ഇപ്പുറത്തൂടെ കുറച്ചിങ്ങനെ തുറന്ന് വെച്ചേക്കുക, അതിങ്ങനെ ഒഴുകുന്നൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഇവിടെ ഇങ്ങനെ കുതിച്ച കേട്ടോ ഒഴുകുന്നേ, ഭയങ്കര ഒഴുക്കം. അവിടെ വീണിട്ടുണ്ട്, ആളെ കിട്ടത്തുപോലും ഇല്ല. എല്ലാവരും വലിഞ്ഞു കയറി നോക്കുന്നൊക്കെ ഉണ്ട്, കാണാനുള്ള ആകാംക്ഷ കൊണ്ട് നോക്കുന്ന കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ മണ്ടയിലോട്ട് അങ്ങ് പിള്ളേർ നടക്കുന്നുണ്ടോ, അങ്ങ് നടന്ന് മണ്ടയിൽ കയറിയാൽ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. നടന്ന വഴിക്കത്തെ കാഴ്ച കേട്ടോ ഈ കാണുന്നതൊക്കെ. തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയില്ലേ. ഇത്രയും വെള്ളം അവർ പിടിച്ചിട്ടേക്കുന്ന കേട്ടോ, ഒരു തുള്ളി പോലും അങ്ങ് നീണ്ടു കിടക്കുക. കായലല്ല കടല് പോലെ. അയ്യോ നോക്കിക്കേ, എന്തോരാണ്. അവിടെ സൺസെറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു കുന്ന് ഫുള്ള് നടന്നു കയറിട്ടെ ഇത് കാണാമെന്ന്. മഴ വരുന്നോണ്ടാണോ തുമ്പയൊക്കെ പറക്കുന്നത്? ആണെന്ന് തോന്നല്ലേ. എന്തായാലും തുമ്പി നല്ല ഭംഗിയുണ്ട്, എല്ലായിടവും കാണാനായിട്ട് നല്ല രസമുണ്ട്, എല്ലായിടവും കാണാനായിട്ട്. ചേട്ടൻ മീൻ പിടിക്കുവാണെന്ന് തോന്നുന്നു. അയ്യോ,
ഇത്രയും വെള്ളത്തിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ടോന്നൊന്നുമില്ല, ഇഷ്ടംപോലെ മീനായിരിക്കും ഇതിൻ്റെ അകത്തൊക്കെ. ഇപ്പം ഞങ്ങളിവിടുന്ന് പോവാം. സമയമായി, ഒരു 2.5 മണിക്കൂറിനുള്ളിൽ കൊടൈക്കനാലെത്തും. അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഞങ്ങൾ കൊടൈക്കനാൽ വന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയായി കാണുന്നത്. ഇതേതാ സ്ഥലമൊന്നൊന്നും എനിക്കറിയത്തില്ല. രാവിലെ ഞങ്ങളെ ബസ്സേ കയറ്റി ഫസ്റ്റത്തെ സ്ഥലം കൊണ്ടുപോയി കാണിക്കുക കേട്ടോ. അവിടെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ്. കൂട്ടുകാർക്കൊച്ചാ ഈ ഫ്രണ്ടിൽ പോകുന്ന കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ. രാവിലെ തന്നെ ഇത്ര ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ അയ്യോ, നമ്മുടെ ഇവിടെ ഒന്നും ഇത്ര ആൾക്കാരൊന്നും ഈ രാവിലെ മഞ്ഞത്ത് തണുപ്പത്തും ഒന്നും ഇതുപോലെ സ്ഥലം കാണാൻ ഒരിടത്തും പോകത്തില്ല. ഇഷ്ടം പോലെ പിള്ളേരും വലിയവരും പ്രായമുള്ളവരും എല്ലാവരും വന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗുണാക്കേവ് വന്നു കേട്ടോ. ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സ്ഥലം, എല്ലാവരും വന്ന് കാണുന്ന സ്ഥലമല്ലേ ഈ ഗുണാക്കേവ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഇതൊക്കെ കാണണമെന്ന്. എന്തായാലും കാണാൻ സാധിച്ചു. നല്ല അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര തണുപ്പ്, അതാണ് സഹിക്കാൻ പറ്റത്തില്ലാത്ത. പിള്ളേരെല്ലാം ഓടുക കാണാനുള്ള ആകാംക്ഷയ്ക്ക്. ഒത്തിരി നേരമൊന്നും നമുക്ക് പോയി കാണാൻ പറ്റത്തില്ല, കുറച്ച് നേരം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പരിമിതികളൊക്കെ ഉണ്ടല്ലോ പിള്ളേർ പോയി കാണുന്നതിന്. ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തോരം പിള്ളേരാന്ന് നോക്കിക്കോ. എല്ലാ സ്കൂളിൽ നിന്നും പിള്ളേരിപ്പോൾ ടൂർ വരുന്ന സമയമല്ലേ. അയ്യോ, കുരങ്ങനിരിക്കുന്ന കണ്ടോ? കുരങ്ങൻ എൻ്റെ തൊട്ടടുത്ത കേട്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ല. കുരങ്ങൻ അവിടെ ഇരുന്ന് പോസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ, അടുത്ത സ്ഥലം കാണാനായിട്ട്. ഗുണാക്കേവിൻ്റെ ടോപ്പ് ഭാഗമായി കാണുന്നു. നല്ല മഞ്ഞ കേട്ടോ. മഞ്ഞ് കാരണം വേറെ ഒന്നും കാണത്തില്ല. അവിടോട്ട് ഇങ്ങനെ വലയൊക്കെ കെട്ടി വെച്ചേക്കും കേട്ടോ. നമുക്ക് കടന്നു പോകാനൊന്നും പറ്റത്തില്ല. ഞാൻ ഒരു വലയുടെ ഇപ്പുറം നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എല്ലായിടും നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാനായിട്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, എല്ലാവരും മണ്ട വരെ കയറി. പക്ഷെ നമ്മുടെ തൊട്ട് പുറകെ വേറെ കുറെ അവിടെ വാച്ചർമാൻ പോലത്തെ കുറെ ആൾക്കാരൊക്കെ നിപ്പുണ്ട്. അങ്ങോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ നമ്മളെ. പൈൻ ഫോറസ്റ്റ് അല്ലേ? പോകാം. പൈൻ ഫോറസ്റ്റ് അല്ലേ? ഓക്കെ. ഹലോ. ഇവിടെ ഇനി എത്ര നേരം ഉണ്ട് നമ്മള്? ആണല്ലേ? തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുക. ആരും ഇല്ലെന്ന് തോന്നല്ലേ? ഇവിടെ പ്ലാസ്റ്റിക് നിരോധനമൊക്കെയാണ്, അതുകൊണ്ട്. മണമുണ്ടോ? പിന്നെ എന്നതിൻ്റെ? കുതിരയുടെ ആ മണമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ മണങ്ങളൊന്നുമില്ല. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കാണാനില്ല. എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. എന്തേ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളോ? ഇല്ല, ആണ്ട് സഭയൊക്കെ നിൽക്കുന്നു. മണ്ടയില അവള് വീഡിയോ എടുത്ത് മരിക്കുക. എന്നാ എൻ്റെ ചാനലിൽ പറയാനുള്ളത്? അത്രേ ഉള്ളു. ആ, ഇഷ്ടപ്പെട്ടോ ഇവിടെ വന്നിട്ട് സ്ഥലങ്ങളൊക്കെ? ആണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ തണുപ്പൊക്കെ? അടിപൊളി, പവർ, ഒന്നും പറയാനില്ലല്ലേ. ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി, പക്ഷേ ഉറക്കം വന്നില്ലേ? ഇല്ലല്ലേ. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. ദൂരെ ഓർക്കുവാനോർമ്മത്തൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലയാ തേൻമൊഴിയൊന്നിനി. ഞങ്ങളങ്ങനെ ലേക്ക് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു 4 മണി ടൈമാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പം നമുക്ക് ബോട്ടിങ്ങിന് പോകാം, സൈക്കിളിൽ കയറി പോവാം. അപ്പോൾ ഇതൊക്കെ വേറെ സ്കൂളിലെ പിള്ളേരാണ്, അവരൊക്കെ വന്നിട്ട് പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടിൽ 4-5 അല്ല അത്രയും പേർക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പിള്ളേർ ചവിട്ടി പോകുന്നതാണ് കാണുന്നത്. ഞാൻ പോയില്ല കേട്ടോ, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ മാറിക്ക് നിന്നു. ഇഷ്ടമുള്ളവർക്ക് പോയാൽ മതി കേട്ടോ. അപ്പം പിള്ളേർക്കൊക്കെ ഇതൊക്കെ രസമല്ലേ പോയി കാണുന്നതും
അതൊക്കെ കയറുന്നതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ. ഞങ്ങൾ നല്ല അടിപൊളി ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോവാം കേട്ടോ. നല്ല രാത്രിയായി, വെളുക്കാറാകുമ്പോഴേ വീട്ടിൽ ചെല്ലുള്ളൂ. ക്യാമ്പ് ഫയറിൻ്റെ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇടാൻ പറ്റത്തില്ലല്ലോ, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. അല്ലാതെ എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, ഷോർട്സൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും. അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എപ്പോഴാണ് വരുന്നതെന്നൊക്കെയാണ് കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അങ്ങ് ചെല്ലും. പിന്നെ അങ്ങനെ എൻ്റെ അങ്ങനെ ഇവിടെ അമ്മയ്ക്കും പപ്പായ്ക്കൊക്കെ എന്നെ മേടിക്കണ്ടേന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും എനിക്ക് കണ്ണി കണ്ടതൊക്കെ എനിക്ക് നല്ല അട്രാക്ഷൻ തോന്നിയതൊക്കെ ഞാൻ അമ്മയ്ക്കും പപ്പായ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയത്തില്ല. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മൊത്തം സന്തോഷമൊക്കെ കാണാം. അയ്യോ, തുള്ളിയിട്ട് വന്നിട്ട് വായിക്കകത്തും മൂക്കിൻ്റെ അകത്തും എല്ലാം പൊടിയൊക്കെ പോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. സ്ഥലമെല്ലാം കണ്ടു നേരെ തിരിച്ചു വന്നു കേട്ടോ. ഇനി ബസ്സിൽ കയറി പോവുകയാണ്. നമ്മുടെ മാളക്കുട്ടി ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. 4:30 ആയതേ ഉള്ളൂ സമയം. ഞങ്ങൾ അടിച്ചു വിട്ട് പോരുമായിരുന്നു പാട്ടൊക്കെ വെച്ച്. ആണോ? ബസ്സിലിരുന്ന് ഉറങ്ങിയോ? പറ വന്നപ്പോഴാണ് ഞാൻ അമ്മേനെ വിളിച്ചത്. അന്നേരം പേരൻസ് എല്ലാവരും ഇപ്പം വന്ന് പിള്ളേരെ കൊണ്ടുപോകുമോ? കൊണ്ടുപോയി. എല്ലാവരും കൊണ്ടുപോയോ? എല്ലാവരും വന്ന് കൊണ്ടുപോയി. കുറച്ചുപേരെ ബസ്സിന് പോകാനുള്ളൊരു ഉപ്പാറ ഇറക്കി, ബാക്കിയുള്ളവരെല്ലാം അതായത് സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് കുറച്ചുപേര് ഇവിടെ പേരൻസിനെ വിളിച്ച് അങ്ങനെ പറഞ്ഞു വിട്ടു. എല്ലാവരും പോയല്ലേ? അത് ശരി. നല്ല ക്ഷീണമായല്ലോ. അത് ഇന്നലെ അല്ലായിരുന്നു ക്യാമ്പ് ഫയർ. തലേലും അതായത് ഇന്നലത്തെ രാത്രിയില്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന രാത്രിയിൽ, ആ രാത്രിയിൽ തലയിലൊക്കെ മണ്ണാ, തലയിലും മൂക്കില് വായില് എല്ലാം. അത് ശരി. എന്നാ കയറ്, മഞ്ഞുള്ളതെ. കണ്ടില്ലേ കാലൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് ചെളിയാ, ചെളി. എന്നതാ വേണ്ട? ചായ വേണോ കട്ടൻ ചായ വേണോ? ആണോ? ചേച്ചി കട്ടൻ ചായ വേണ്ടിയിട്ട് തരാം, കുടിച്ചിട്ട് കിടന്നു. ആ ശരി. പപ്പ ഉറക്കത്തി ചാടിപ്പടച്ച് എണ്ണീറ്റ്. എന്നാ 4:40 അല്ലേ? ഇനിയിപ്പം കിടന്ന് ഉറങ്ങാം. എത്തി. നേരത്തെ കൂട്ടി വിളിച്ചു പറഞ്ഞു. മെസ്സേജ് ഒക്കെ കിട്ടും. എത്ര മണിക്ക് വരുമെന്നേ. എന്നാ ഉറങ്ങാം.